ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മളൊരു ഹെയർ ബാൻഡാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. ക്രിസ്മസിന് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള പോളൻ വെച്ചിട്ടുള്ള അടിപൊളിയായിട്ടുള്ളൊരു ഹെയർ ബാൻഡാണ്. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ഹെയർ ബാൻഡാണ് കേട്ടോ. അപ്പോൾ ഇതിൽ റെഡും ഗ്രീനും വന്നിട്ടുള്ള പോളൻസ് ആണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഹെയർ ബാൻഡ് വന്നിട്ട് വയർ ഹെയർ ബാൻഡാണ്. അപ്പോൾ ഇത് തലയിൽ വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ഹെവി ആയിട്ട് തന്നെ തോന്നും കേട്ടോ. ഇപ്പം എൻ്റെ തലയിൽ വയ്ക്കുമ്പോൾ തന്നെ അത്യാവശ്യം ഹെവി ആയിട്ടാണ് തോന്നുന്നത്. അപ്പോൾ ഈ കുഞ്ഞു കുട്ടികൾ വയ്ക്കുമ്പോൾ ഇങ്ങനെ തല ഇങ്ങനെ നിറഞ്ഞു നിൽക്കും. അതുതന്നെയാണല്ലോ നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽസ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഹെയർ ബാൻഡ് ആണെങ്കിലും പോളൻസ് ആണെങ്കിലും ക്രിസ്മസിന് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള എല്ലാ മെറ്റീരിയൽസും നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ നമ്മളായിട്ട് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ഹെയർ ബാൻഡിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. അതിന് മുന്നേ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമുക്കിതിനായിട്ട് വേണ്ടത് പോളൻസ് ആണ് കേട്ടോ. ഇവിടെ നമ്മൾ ഗ്രീനും റെഡും ആണ് എടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് വയർ ഹെയർ ബാൻഡാണ്. പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള എൻഡ് ടേപ്പാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ ഒരു പോളൻ എടുത്തിട്ട് ഇങ്ങനെ കെട്ടഴിച്ച് വെക്കുകയാണ്. ഇതിങ്ങനെ ബഞ്ചായിട്ടാണ് വരുന്നത്. ഷോപ്പിൽ നിന്ന് വരികയാണെങ്കിലും ബഞ്ചായിട്ടാണ് കേട്ടോ വരുന്നത്. അപ്പോൾ നമ്മളിത് അഴിച്ചു കൊടുക്കുകയാണ്. ഇതിൽ 10 എണ്ണം 12 എണ്ണമൊക്കെ ഇങ്ങനെ ഉണ്ടാവും. അതേപോലെ തന്നെ റെഡും നമ്മൾ അഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ ഒരു ഹെയർ ബാൻഡിൽ റെഡിൻ്റെ പോളൻ എടുക്കുകയാണ്. എന്നിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ പിരിച്ച് കൊടുക്കുകയാണ്. ആ ഒരു തണ്ട് കമ്പിയിലാണ് വരുന്നത്, അതുകൊണ്ട് പിരിച്ചു കൊടുക്കാൻ എളുപ്പമാണ്. ഇനി അതിൻ്റെ തൊട്ട് താഴെയായിട്ട് സൈഡിലായിട്ട് ഒരു ഗ്രീനിൻ്റെ പോളൻ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ അങ്ങ് പിരിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അടുപ്പിച്ച് വെക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ റെഡിൻ്റെ പോളൻ എടുക്കുകയാണ്. എന്നിട്ട് അതും ഇങ്ങനെ പിരിച്ച് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഗ്രീന് വെച്ച് കൊടുക്കുക. ഗ്യാപ്പ് ഉണ്ടാവാൻ പാടില്ല കേട്ടോ. ഗ്യാപ്പ് വന്നാൽ അതിൻ്റെ ആ ഒരു ഭംഗി പോവും. ഇതിങ്ങനെ ബുഷ് കണക്ക് ഇങ്ങനെ അടുപ്പിച്ച് ഒരു ഗ്യാപ്പില്ലാത്ത രീതിയിൽ നമ്മളിതിങ്ങനെ പിരിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് പിരിച്ചു കൊടുക്കുമ്പോൾ നല്ല ടൈറ്റായിട്ട് ഇങ്ങനെ പിരിച്ച് കൊടുക്കുക കേട്ടോ. അങ്ങനെ നിൽക്കുകയൊന്നുമില്ല, അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടുകയൊക്കെ ചെയ്യും. എന്നാലും നമ്മൾ പിരിച്ചു കൊടുക്കുന്ന സമയത്ത് നല്ല ടൈറ്റായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു റെഡും ഗ്രീനും പോളൻ ഇത്രയും നമ്മൾ പിരിച്ചു കൊടുക്കണേ. അപ്പോൾ ഈ കാണുന്നത് പിരിച്ചു കൊടുത്തിട്ടുള്ള വീഡിയോ ആണ്, കണ്ടില്ലേ? ഇത്രയും നമ്മൾ പിരിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് ഫുള്ള് പിരിക്കുന്നത് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ വീഡിയോ ലെങ്ത്ത് കൂടി പോകും, അതുകൊണ്ടാണ്. അപ്പോൾ ഇത്രയും നമ്മൾ പിരിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നാലും താഴോട്ടൊക്കെ ഇങ്ങനെ ഒടിഞ്ഞ് തൂങ്ങി നിൽക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടൊരു ഐഡിയ ഉണ്ട്. ഈ ഒരു 3mm ഗിയർ വയർ അത്യാവശ്യം ലെങ്ത്തിലെടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് ഈ ഒരു ഹെയർ ബാൻഡിൻ്റെ അറ്റത്ത് വെച്ചിട്ട് നന്നായിട്ട് അങ്ങ് ചുറ്റി അങ്ങ് കൊടുക്കുകയാണ്. അപ്പോൾ കഴിയുന്നതും നല്ല ടൈറ്റായിട്ട് വേണം കേട്ടോ ഇതിങ്ങനെ ചുറ്റി കൊടുക്കാനായിട്ട്. കാരണം ഇത് അധികം യൂസ് ചെയ്യുന്നത് നമ്മളുടെ കൊച്ചു പിള്ളേരല്ലേ. അപ്പോൾ അവർ ഇടയ്ക്കൊരു വില്ലത്തരമൊക്കെ കാണിക്കും. അതെന്താ വെച്ചാൽ ഇടയ്ക്ക് അവർ ഇതിൻ്റെ ഭംഗിയൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് വെക്കും, ഇടയ്ക്ക് എടുത്ത് നോക്കും. പിന്നെ ഒരു എയറായിരിക്കും അല്ലേ. അപ്പോൾ അതിലൊക്കെ ഇതിനൊന്നും പറ്റാൻ പാടില്ലല്ലോ, നമുക്ക് ഇനി യൂസ് ചെയ്യാനുള്ളതല്ലേ. അപ്പോൾ ഇത് തെറിച്ച് പോവാതിരിക്കാനൊക്കെ ഈ ഒരു കമ്പി വെച്ചിട്ട് നല്ല ടൈറ്റായിട്ട് അങ്ങ് ചുറ്റി കൊടുത്താൽ മതിയേ. ഒത്തിരി പേരിങ്ങനെ ഗമ്മൊക്കെ വെച്ചിട്ടുണ്ടാവും. അത് അവരിങ്ങനെ പിടിച്ച് പറിക്കുമ്പോഴൊക്കെ പെട്ടെന്ന് പോരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു കമ്പി വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്ര തന്നെ ഡാമേജ് ആവില്ല. അപ്പോൾ ഈ ഒരു കമ്പി വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് ഇങ്ങനെ ചുറ്റി കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽസിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇനി പറയാം. അപ്പോൾ ഫസ്റ്റ് വന്നിട്ട് റെഡ് പോളനാണ്. അത് നമ്മൾ ഇവിടെ ഒരു ബൾക്കായിട്ട് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഒത്തിരി പേർക്ക് ഈ ഒരു മെറ്റീരിയൽസ് ആവശ്യം വരും, കാരണം ക്രിസ്മസ് ഒക്കെ അല്ലേ വരുന്നത്. അതുപോലെ തന്നെ ഗ്രീൻ കളറിലുള്ള പോളനും കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വൈറ്റ് കളറിലുള്ള പോളനും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ അത് കാണിച്ചിട്ടില്ല. അപ്പോൾ അത് ആവശ്യമുള്ളവർക്ക് അതും നമ്മൾ അയച്ചു തരുന്നതായിരിക്കും. പിന്നെ ഗ്രീനും റെഡും കളറിലുള്ള ബീഡ്സുകളുണ്ട്, ക്രിസ്റ്റൽ ബീഡ്സും ഉണ്ട്. അതുപോലെ സാധാ കളർ ബീഡ്സ് ഉണ്ട്. അതുപോലെ ഫ്ലവേഴ്സും അവൈലബിൾ ആണ് കേട്ടോ. ഗ്രീനും റെഡും കളറിലുള്ള ഫ്ലവേഴ്സും അവൈലബിൾ ആണ്. ആവശ്യമുള്ളവർ നമ്മളായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയും നമ്മൾ ചുറ്റി കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ടിത് ചുറ്റി കൊടുത്തതാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ ഒരു കമ്പി വെച്ചിട്ട് ചെയ്യുന്നത് കൊണ്ട് നല്ല വൃത്തിയായിട്ട് നിൽക്കും. അങ്ങനെ പെട്ടെന്നൊന്നും പോവുകയൊന്നുമില്ല കേട്ടോ. ഗമ്മ് വെച്ചിട്ട് ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടെ നല്ലത് കമ്പിയാണ്. ഇനി ഈ ലാസ്റ്റ് വരുന്ന കമ്പി ഇങ്ങനെ ചുറ്റി ആ ഒരു പോളൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ ചുറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഹെയർ ബാൻഡ് റെഡിയായി. ഇനി ലാസ്റ്റ് ഒരു ടച്ചപ്പും കൂടെ ഉണ്ട്. ആ ഒരു ഹെയർ ബാൻഡിൻ്റെ താഴെ എൻഡ് ടാപ്പ് വെച്ചിട്ടൊന്ന് ചുറ്റി കൊടുക്കണം.
അപ്പോൾ ഇതാണ് കേട്ടോ എൻഡ് ടാപ്പ് എന്ന് പറയുന്നത്. അതിൻ്റെ ബാക്കിലുള്ള പേപ്പർ ഈ ഒരു സിസർ വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഈ ഒരു ബ്ലാക്ക് എൻഡ് ടാപ്പ് ഇതാ ഈ ഒരു ഹെയർ ബാൻഡിൻ്റെ അറ്റത്ത് ഇങ്ങനെ ചുറ്റി ചുറ്റി അങ്ങ് കൊടുക്കുകയാണ്. അത്യാവശ്യം കട്ടിയിൽ വേണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ 2-3 പ്രാവശ്യം ചുറ്റി കൊടുത്താൽ മതി. ഞാൻ ഇത്രയ്ക്ക് എടുക്കുന്നുള്ളൂ. ഇനി അത് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതേപോലെ തന്നെ മറ്റേതും ചുറ്റി കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ, നമ്മളുടെ ഹെയർ ബാൻഡ് റെഡിയായി. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു മെറ്റീരിയൽസ് നിങ്ങൾക്ക് ബട്ടൺ ഹൗസിൽ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. കണ്ടില്ലേ, രണ്ടും നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളുടെ അടിപൊളിയായിട്ടുള്ള നമ്മളുടെ കുഞ്ഞു മക്കൾക്കുള്ള ഹെയർ ബാൻഡ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇതിൽ വലിയ ബുദ്ധിയും കാര്യങ്ങളൊന്നും വേണ്ട. നമ്മളുടെ സ്വന്തം ഇഷ്ടത്തിന് ഡിസൈൻ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ഐറ്റം നമുക്ക് എവിടെയും കാണില്ല കേട്ടോ. ഫാൻസിയിലോ അല്ലെങ്കിൽ ഓൺലൈനായിട്ട് എവിടെയും വാങ്ങാൻ കിട്ടില്ല. അപ്പോൾ അത്രയും ഭംഗിയിലുള്ള ഒരു ഐറ്റമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.